അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, എൻ്റെ മുന്നിലിരിക്കുന്ന വെള്ളസ്ത്രധാരികളായ മുതഅല്ലിം സുഹൃത്തുക്കളെ, ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ എഴുന്നേറ്റ് നിന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ നോമ്പിനെക്കുറിച്ച് ഒരല്പം സംസാരിക്കാൻ വേണ്ടിയാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നോമ്പ് എന്നുള്ളത് നാം ഏവരും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭക്ഷണമെല്ലാം വെടിഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് അർപ്പിക്കുന്ന ഒരു ആരാധന കർമ്മമാണ് എന്ന് നമുക്കെല്ലാം അറിയാമല്ലോ. ഈ നോമ്പ് എന്നുള്ളത് റമദാൻ മാസത്തിൽ നിർബന്ധമാണ്. ബാക്കിയുള്ള മാസങ്ങളിലെല്ലാം നിർബന്ധമില്ല എന്നല്ല, സുന്നത്തുകളുള്ള ദിവസങ്ങളുണ്ട്, നിർബന്ധമുള്ള ദിവസങ്ങളുമുണ്ട്. റമദാൻ മാസം എന്നുള്ളത് മാസങ്ങളിൽ തന്നെ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു മാസമാണ് റമദാൻ മാസം എന്നുള്ളത്. കാരണം ഈ റമദാൻ മാസത്തിൽ ഏതൊരു ചെറിയൊരു കാര്യം ചെയ്താലും അതിന് വളരെയേറെ കൂലിയുള്ള ഒരു മാസമാണല്ലോ റമദാൻ. അതുകൊണ്ട് തന്നെ ആ റമദാൻ മാസത്തിലാണ് നമുക്ക് നോമ്പിനെ നിർബന്ധമാക്കി തന്നിരിക്കുന്നത്. ഇസ്ലാമിലെ റുക്കനുകളിൽപ്പെട്ട ഒരു റുക്കനാണ് ഈ നോമ്പ് എന്നുള്ളത്. ഈ നോമ്പ് എന്നുള്ളത് നിർബന്ധമായിരിക്കുന്നത് ഓരോ മുസ്ലിമിനും ഈ നോമ്പ് നിർബന്ധമായിട്ടുണ്ട്. മുക്കല്ലഫായ ശുദ്ധിയുള്ള ഓരോ മുസ്ലിമിനും ഈ നോമ്പ് നിർബന്ധമാണ്. അസ്ലിയായ കാഫിറിനും ചെറിയ കുട്ടിക്കും മജ്നൂനിനും നോമ്പ് ഖളാ വീട്ടൽ നിർബന്ധമില്ല. കാരണം അവർക്ക് മജ്നൂൻ എന്ന് പറഞ്ഞാൽ ഭ്രാന്തൻ, അവൻക്ക് ബുദ്ധി ഉണ്ടാവുകയില്ല, അവൻ നോമ്പ് നോക്കിയിട്ടും കാര്യമില്ല. അവൻ നോമ്പ് നോക്കിയാൽ അവൻക്ക് അറിയില്ല ഈ നോമ്പ് ഞാൻ നോക്കുന്നത് എന്തിനാണ് എന്ന് അവൻക്ക് അറിയുകയില്ല. അതുകൊണ്ട് തന്നെ അവന് നോമ്പ് നോക്കിയിട്ടും കാര്യമില്ല. അതുകൊണ്ട് നോമ്പ് അവൻ ഖളാ വീട്ടേണ്ടതും ഇല്ല, അവൻക്ക് അതായിട്ട് നോമ്പ് നോക്കേണ്ടതുമില്ല. അതുപോലെ തന്നെ കുട്ടികളുടെ വിഷയത്തിൽ അതേപോലെ തന്നെയാണ്. മുർത്തദായ ഒരാള് അവൻ മുർത്തദായ സമയത്തുണ്ടായ നോമ്പിനെല്ലാം അവൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ അവൻ ആ നോമ്പിനെല്ലാം ഖളാ വീട്ടേണ്ടതുണ്ട്. മുർത്തദ് എന്ന് വെച്ചാൽ ആദ്യം ഇസ്ലാമിലുണ്ടായി, പിന്നെ അവൻ ഇസ്ലാമിൽ നിന്ന് വിട്ടുപോയി കാഫിറായിരിക്കുന്നു. പിന്നെ അവൻ ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നാൽ ആ കാഫിറായ സമയത്തുള്ള നോമ്പിനെ എല്ലാം അവൻ ഖളാ വീട്ടൽ നിർബന്ധമാണ് അവൻക്ക്. നോമ്പിന്റെ ഷർത്തുകൾ എന്നുള്ളത് മൂന്നെണ്ണമാണ്. ഒന്ന്, മുസ്ലിം ആയിരിക്കണം. ഒരു മുസ്ലിമായ ഒരാൾക്കേ നോമ്പ് നോക്കാൻ കഴിയുകയുള്ളൂ. ബാക്കിയുള്ള ആൾക്കാർക്കെല്ലാം നോമ്പ് നോക്കാം, പക്ഷെ അത് ഒരു ആരാധനയായിട്ട് കരുതുകയില്ല. അവര് വെറുതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭക്ഷണം ഇല്ലാതെ എല്ലാം വെടിഞ്ഞുകൊണ്ട് വെറുതെ നിൽക്കുന്നത് മാത്രമാണ്. ഈ നോമ്പ് സാങ്കല്പിക അർത്ഥത്തിൽ അങ്ങനെ പറയാം. പിന്നെ അടുത്തത് അക്കല്, ബുദ്ധിയുള്ള ഒരാൾക്ക് നോമ്പ് ബുദ്ധി ഉണ്ടായിരിക്കണം. മറ്റൊന്ന്, സമയമാവണം. ഈ നോമ്പ് വെറുതെ എല്ലാ സമയത്തും ആക്കിയിട്ട് കാര്യമില്ലല്ലോ, സമയമാവണം. രാവിലെ സുബൈ ബാങ്ക് കൊടുത്തത് മുതൽ മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നത് വരെയാണ് അതിന്റെ സമയം. ആ സമയത്ത് തന്നെ നമ്മൾ നോമ്പ് നോക്കണം. അല്ലാണ്ട് രാത്രി മഗ്‌രിബിന് ശേഷം സുബൈ വരെ നോക്കിയിട്ട് കാര്യമില്ല. നോമ്പിന്റെ ഇടയിൽ ഒരാൾക്ക് ഭ്രാന്ത് വന്ന്, അല്ലെങ്കിൽ ഹൈദ് ഉണ്ടായി, അല്ലെങ്കിൽ നിഫാസ് ഉണ്ടായി, അവരുടെ നോമ്പ് ബാത്തിലാവുകയാണ് ചെയ്യുക. അയ്യാമുൽ ഈദ്, അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങളിൽ നോമ്പ് നോക്കാൻ പാടില്ല. നോമ്പ് നോറ്റാൽ തന്നെ ആ നോമ്പ് സ്വീകരിക്കുകയില്ല. പിന്നെ ആ നോമ്പിനെ ഹറാമായിട്ടാണ് കാണുക. ഫുറൂദ് സൗം, നോമ്പിന്റെ ഫർളുകൾ രണ്ടെണ്ണമാണ്. ഒന്ന് നിയ്യത്ത്. കരുതുക. എല്ലാ ദിവസവും രാവിലെ അല്ലെങ്കിൽ രാത്രി കടക്കുന്നതിന് മുൻപായിട്ട് നിയ്യത്ത് കരുതുക. രണ്ടാമത്തെ ഷർത്ത് എന്നുള്ളത് നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് പിടിച്ചു നിൽക്കുക. നിയ്യത്തിന്റെ രൂപം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു രൂപമാണ്. നവൈതു സൗമഅദിൻ അൻ അദാഇ ഫർദ് റമളാനി ആദി ഇസ്നതി ലില്ലാഹി തആല എന്നുള്ള ആ രൂപം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതാണ് അഫ്ളലായ ഒരു രൂപം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഹിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദന്മാർ, അതുപോലെ എൻ്റെ ശബ്ദം കേൾക്കുന്നതായ മുതഅല്ലിം സുഹൃത്തുക്കൾ, ആമുഖമെന്ന് പറയാതെ വിഷയത്തിലേക്ക് കടക്കുന്നു. എനിക്ക് ഇവിടെ ഏൽപ്പിക്കപ്പെട്ട വിഷയം സക്കാത്ത് എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് ഒന്ന് രണ്ട് പറഞ്ഞു തരാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട അതിപ്രധാനപ്പെട്ട ഒരു സ്തംഭമാണ് സക്കാത്ത് എന്നുള്ളത്. പരിശുദ്ധ ഖുർആൻ കൊണ്ടും തിരുസുന്നത്ത് കൊണ്ടും ഇജ്മാ കൊണ്ടും ദീനിലെ സ്ഥിരപ്പെട്ടതാണെന്ന് പരക്കെ അറിയപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ സക്കാത്തിനെ ആരെങ്കിലും ഒരുത്തൻ നിഷേധിച്ചാൽ അവൻ കാഫിറാകും. അതുപോലെ ആരെങ്കിലും സക്കാത്തിനെ തടയുന്നവരോട് യുദ്ധം ചെയ്യാൻ വരെ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളതായ ഈ സക്കാത്ത് എന്നുള്ളത്, ഈ സക്കാത്ത് രണ്ട് വിധമാണ്. ഒന്ന് സക്കാത്തുൽ മാലും, ഇന്നൊന്ന് സക്കാത്തുൽ ബദന്. സക്കാത്തുൽ ബദൻ എന്നുള്ളത് അത് 8 മാലിലാണ് സക്കാത്ത് നിർബന്ധമായി വരുന്നത്. സ്വർണം, വെള്ളി, കൂത്ത് അതായത് ധാന്യം, ഈത്തപ്പന, മുന്തിരി, ആട്, മാട്, ഒട്ടകം. ഈ 8 അല്ലാത്തതിൽ സക്കാത്ത് നിർബന്ധമാവൂല. ഇനി ഒരാൾ ചോദിച്ചാൽ നിറച്ചു മാങ്ങയുണ്ടോ, അപ്പൊ മാങ്ങയിൽ സക്കാത്തുണ്ടോ? സക്കാത്തില്ല. അതേപോലെ ചെക്കിയിൽ സക്കാത്തുണ്ടോ? സക്കാത്തില്ല. ഇനി ആർക്കാണ് സക്കാത്തുൽ മാൽ നിർബന്ധമായി വരുന്നത്? ഈ പറഞ്ഞ സക്കാത്തിന്റെ മുതലുകളിൽ നിന്ന് നിസ്വാബെത്തിച്ചതായ സ്വതന്ത്രനായ മുഅയ്യനായ എല്ലാ മുസ്ലിമിന്റെ മേലും സക്കാത്ത് നിർബന്ധമാണ്. അപ്പോൾ ഒരു സമ്പത്തിന്റെ ഉടമസ്ഥത ഒരു മുഅയ്യനായ വ്യക്തിയുടെ മേലല്ല, അതായത് ഒരു സ്ഥിരപ്പെട്ട ഒരാളുടെ മേലിലല്ല എങ്കിൽ, ഇല്ലെങ്കിൽ നിശ്ചയിക്കപ്പെട്ട ഒരാളുടെ വ്യക്തിയുടെ മേൽ അല്ല എങ്കിൽ അതിനും സക്കാത്ത് നിർബന്ധമില്ല. അതുപോലെ ഒരു പബ്ലിക് സ്ഥലം അല്ലെങ്കിൽ വഖഫ് ചെയ്യപ്പെട്ട സ്ഥലം, ആ സ്ഥലത്തിനും സക്കാത്ത് നിർബന്ധമായി വരുന്നില്ല. ഇനി കുട്ടിയുടെയും ഭ്രാന്തന്റെയും മുതലിന്റെ സക്കാത്ത്, അത് അവരുടെ വലിയാണ് കൊടുക്കേണ്ടത്, വലിയാണ് കൊടുത്തു വീട്ടേണ്ടത്. സ്വർണത്തിലും വെള്ളിയിലുള്ളതായ സക്കാത്ത് നിർബന്ധമാകണമെങ്കിൽ 2 ഷർത്തുകളുണ്ട്. ഒന്ന് വർഷം പൂർത്തിയായിരിക്കണം, ഇന്ന് നിസ്വാബ് എത്തിച്ചിരിക്കണം. സ്വർണത്തിന്റെ നിസ്വാബ് 20 മിസ്കാലാണ്. അതുപോലെ വെള്ളിയുടെ നിസ്വാബ് 200 ദിർഹമാണ്. ഒരു മിസ്കാൽ എന്ന് പറഞ്ഞാൽ 4.25 ഗ്രാമാണ്. അപ്പോ 4.25 ഗ്രാം വരുമ്പോൾ 85 ഗ്രാം ആണ് വരുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ മേൽ പൂർണ്ണമായും 85 ഗ്രാം സ്വർണമുണ്ടെങ്കിൽ അവൻക്ക് സക്കാത്ത് നിർബന്ധമാണ്. വെള്ളിയുടേതാകുമ്പോൾ 1 ഗ്രാം ഒരു ദിർഹം എന്ന് പറഞ്ഞാൽ 2.975 ഗ്രാമാണ്. അപ്പോ ഒരു വ്യക്തിയുടെ മേൽ ഏകദേശം ഒരു 595 ഗ്രാം വെള്ളിയുണ്ടെങ്കിൽ അവൻക്കും സക്കാത്ത് നിർബന്ധമാണ്. ഇനി എത്രയാണ് കൊടുക്കേണ്ടത്? 10-1 4 കൊടുക്കേണ്ടത്, അതായത് 2.5% കൊടുക്കേണ്ടത്. അപ്പൊ ഒരാൾ കടം കൊടുത്തു, അവന്റെ സക്കാത്ത് ഉടമസ്ഥത നീങ്ങുന്നില്ല. അതേ സമയത്ത് ഒരു പൈസക്കാരനാണെങ്കിൽ, സമ്പന്നനാണെങ്കിൽ, അവൻ സക്കാത്ത് കൊടുത്തത്, കടം കൊടുത്തത്, എന്നാൽ അവൻ വർഷം പൂർത്തിയാകുമ്പോൾ അവന്റെ സക്കാത്ത് കൊടുത്തു വീട്ടണം. മറിച്ച് ഒരു പാപ്പക്കാരനാണെങ്കിൽ അവന്റെ സക്കാത്ത് തിരിച്ചു കിട്ടിയതിന് ശേഷം സക്കാത്ത് കൊടുത്തു വീട്ടിയാൽ മതി. കാരണം അവൻ സക്കാത്ത് തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഒരാൾക്ക് നാണയം കൈമാറ്റം നടത്തുന്ന ആൾ, അതായത് മണി എക്സ്ചേഞ്ചർ, അവൻക്കും സക്കാത്ത് നിർബന്ധമില്ല. പിന്നെ ഭാര്യമാർ ധരിക്കുന്നതായ ആഭരണത്തിനും അതിനും സക്കാത്ത്, അത് എത്ര ധരിച്ചാലും അതിന് സക്കാത്ത് നിർബന്ധമായി വരുന്നില്ല. ഇനി സ്വർണമോ വെള്ളിയോ ഒരാൾക്ക് നിധിയായി കിട്ടിയാൽ അപ്പൊ അവൻ 5-1 കൊടുക്കൽ നിർബന്ധമാണ്. ആ കിട്ടിയത് ഖനിയിൽ നിന്നാണെങ്കിൽ 10-1 4 കൊടുക്കേണ്ടത്, അതായത് 2%. 10-1 പകുതിയാണ്, അത് 2%
അപ്പൊ ഇതിന് ഒരു വർഷം തികയണമെന്നില്ല. ഒരാൾക്ക് ഇന്ന് കിട്ടിയാൽ അന്ന് തന്നെ കൊടുത്ത് വീട്ടൽ നിർബന്ധമാണ്. ഇനി ധാന്യങ്ങളിലുള്ളതായ സക്കാത്ത്, ധാന്യത്തിൽ ഇഖ്തിയാരിയായ കൂത്തിലും പഴവർഗത്തിൽ ഈത്തപ്പഴത്തിലും മുന്തിരിയിലാണ് സക്കാത്ത് നിർബന്ധമായി വരുന്നത്. ഇഖ്തിയാരിയായ കൂത്ത് എന്ന് പറഞ്ഞാൽ നിർബന്ധ സാഹചര്യത്തിലല്ലാതെ നാം നമ്മുടെ ഇഷ്ടസാധാരണമായി ഭക്ഷണമായി ഉപയോഗിക്കുന്ന സാധനം, ഭക്ഷണമായി ഉപയോഗിക്കുന്നതായ ഒരു ധാന്യം, അതിനാണ് ധാന്യം എന്ന് പറയുന്നത്. ഉദാഹരണം നമ്മുടെ നാട്ടിലാകുമ്പോൾ അരിയാണ്. അതേ നോർത്ത് കർണാടകയിൽ പോയാൽ അവിടെ നോക്കിയാൽ ഗോതിയാണ്. ഇനി പഴവർഗത്തിലും ധാന്യവർഗത്തിലുള്ളതായ നിസ്വാബ് 300 സ്വാ ആണ്. ഒരു സ്വാ എന്ന് പറഞ്ഞാൽ 4 മുദ്ദാണ്. ഒരു മുദ്ദ എന്ന് പറഞ്ഞാൽ 800 മില്ലി ലിറ്റർ ആണ്. അപ്പൊ 4 മുദ്ദാകുമ്പോ 3 ലിറ്ററും 200 മില്ലി ലിറ്റർ ആണ് വരുന്നത്. അപ്പൊ ഒരാളുടെ കയ്യിൽ 300 സ്വാ ഉണ്ടെങ്കിൽ അപ്പൊ ഇതിൽ പരിഗണിക്കുന്നത് തൊലിയുടെ ശുദ്ധീകരിക്കപ്പെട്ടതാണെങ്കിൽ അവിടെ 300 സ്വാ ആണ്. അതേ സമയത്ത് അരി പോലത്തെ തൊലിയോട് കൂടെ സൂക്ഷിച്ചു വെക്കുന്നതാണെങ്കിൽ അവിടെ 600 സ്വാ ആണ് പരിഗണിക്കുന്നത്. ഇപ്പൊ എത്രയാണ് കൊടുക്കേണ്ടത്? അവന്റെ പരിശ്രമത്തിൽ അല്ലാതെ, അതായത് ചെലവ് കൂട്ടാതെ അവൻ നനച്ചതാണെങ്കിൽ മഴയുടെ വെള്ളത്തിൽ വരുന്നത് പോലെ അങ്ങനെയുള്ളതായ ചെലവ് കൂട്ടാതെ നനച്ചതാണെങ്കിൽ അവിടെ 10-1 കൊടുക്കേണ്ടത്. 10-1 കൊടുക്കേണ്ടത്. ഇനി അവൻ ചെലവ് കൂട്ടി അവന്റെ പരിശ്രമത്തോടെ അവൻ നനച്ചതാണെങ്കിൽ അതിൽ 10-1 പകുതിയാണ് കൊടുക്കേണ്ടത്. അതായത് 20-1 കൊടുക്കേണ്ടത്. അപ്പൊ ഒരു വർഷം 2 പ്രാവശ്യം കൊയ്ത്തുണ്ടായാൽ അവിടെ നിസ്വാബ് അത് 2 പ്രാവശ്യം കൂട്ടുമ്പോൾ സക്കാത്തിന്റെ പണമെത്തിയാൽ അവിടെ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. ഇനി ജീവികളിൽ ആട്, മാട്, ഒട്ടകം, ഈ 3 ജീവികളിലാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ഈ സക്കാത്ത് നിർബന്ധമാണെങ്കിൽ 3 ഷർത്തുകളുണ്ട്. ഒന്ന്, ഒരു വർഷം മുഴുവനും അവന്റെ ഉടമസ്ഥതയിൽ ഇരിക്കണം. രണ്ടാമത്തേത് ഒരു വർഷം മുഴുവനും മേയുന്നതായിരിക്കണം. മൂന്നാമത്തേത് ജോലി എടുക്കാത്തതായിരിക്കണം. ആടിന്റെ നിസ്വാബ് 40 ആടുണ്ടെങ്കിൽ, ഒരാളുടെ കയ്യിൽ 40 ആടുണ്ടെങ്കിൽ 121 വരെ അതിന്റെ ഇടയിലുള്ളതായ എത്ര ആടുണ്ടെങ്കിൽ അവൻ 1 ആടാണ് കൊടുക്കേണ്ടത്. 121 എത്തിയാൽ അവിടെ 2 ആടാണ്. 201 വരെ 2 ആടാണ് കൊടുക്കേണ്ടത്. 400 എത്തിയാൽ 201 മുതൽ 300 വരെ 3 ആടാണ്. 401 ഒരാളുടെ കയ്യിലെത്തിയാൽ 4 ആടാണ്. അതിന്റെ മുകളിലുള്ളതായ ഓരോ 100-നും ഓരോ ആടുകളെ കൂട്ടുന്നതാണ്. കൊടുക്കേണ്ട ആട് ഒരു വർഷം തികഞ്ഞ നെയ്യാടോ അല്ലെങ്കിൽ കോലാടോ ആയിരിക്കണം. പശുവർഗത്തിൽ 30 പശു ഉണ്ടെങ്കിൽ 1 തബിയവും, 40 പശു ഉണ്ടെങ്കിൽ 1 മുസിന്നാണ്. തബിയ പറഞ്ഞാൽ 1 വർഷത്തിൻ്റെതും, മുസിൻ എന്ന് പറഞ്ഞാൽ 2 വർഷത്തിൻ്റെതാണ്. ഒട്ടകത്തിൽ 5 ഉണ്ടെങ്കിൽ 1 ആടാണ്. 20 ഉണ്ടെങ്കിൽ 4 ആടാണ്. അതേ സമയത്ത് 25 ഒട്ടകം ഉണ്ടെങ്കിൽ അവിടെ 1 ഒട്ടകമാണ് കൊടുക്കേണ്ടത്, മറിച്ച് ആടല്ല കൊടുക്കേണ്ടത്. ഇനി കച്ചവടത്തിന്റെ സക്കാത്ത് ഒരു കച്ചവടം തുടങ്ങി വർഷത്തിന്റെ അവസാനത്തിൽ കച്ചവടത്തിന്റെ വസ്തുക്കളെ വില കൂട്ടിയപ്പോൾ നിസ്വാബ് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സക്കാത്ത് നിർബന്ധമാണ്. വർഷത്തിനിടയിൽ ഞാൻ ഈ സക്കാത്തിന് എന്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഞാൻ എന്റെ വീട്ടിലേക്ക് ഉപയോഗിക്കുന്നെന്ന് പറഞ്ഞാൽ അത് അവിടെ തൊട്ട് അവന്റെ ആ വർഷത്തിന്റെ സക്കാത്ത് മുറിയുന്നതാണ്. ഇനി സക്കാത്തുൽ ബദൻ എന്ന് പറഞ്ഞ സക്കാത്ത് നമ്മുടെ ശരീരത്തിലേക്കുള്ളതായ സക്കാത്ത്, അതായത് റമദാൻ മാസത്തിന്റെ അവസാനം ചെറുപെരുന്നാളിന്റെ സമയത്തിൽ ഞങ്ങൾ കൊടുക്കുന്നതായ ഫിത്ർ സക്കാത്ത്. ആ പെരുന്നാൾ രാത്രിയുടെയും പകലിനും ഇടയിൽ തന്റെയും താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെയും ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം ആവശ്യമുണ്ടെങ്കിൽ ഖാദിം എന്നിവയിൽ നിന്ന് ഒഴിവാക്കി
തൻ്റെയും താൻ ചെലവ് കൊടുക്കുന്നത് ബാക്കി പണം ബാക്കിയുണ്ടെങ്കിൽ ഒഴിവാക്കി ബാക്കി പണമുണ്ടെങ്കിൽ തൻ്റെയും താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെ എല്ലാ മുസ്ലിമിൻ്റെയും സ്വതന്ത്രരായവരുടെ മേൽ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. ഇനി എത്രയാണ് കൊടുക്കേണ്ടത്? ഒരു വ്യക്തിക്ക് ഒരു സ്വാ ആണ് കൊടുക്കേണ്ടത്. ഒരു സ്വാ എന്ന് പറഞ്ഞാൽ 4 മുദ്ദാണ്. ഒരു മുദ്ദ എന്ന് പറഞ്ഞാൽ 2 കൈ കൂട്ടുന്ന ഒരു കോരലാണ്. അതായത് കൊടുക്കേണ്ടത് അവരുടെ നാട്ടിൽ സാധാരണമായി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ സമയമില്ലാത്തത് കൊണ്ട് സക്കാത്ത് ഒരു ഗഹനമായ ഒരു വിധേയമാക്കേണ്ട ഒരു നീണ്ടമായ വിഷയമാണ്. അപ്പോൾ സമയത്തിൻ്റെ മൂലക്കുറവ് കൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. The next cogleton D on the dash. ഈ മത്സരം കഴിഞ്ഞാലുടൻ മിഡ്സോൺ വിഭാഗത്തിന്റെ മോറൽ സ്റ്റോറി ടെല്ലിംഗ് മത്സരമാണ് നടക്കാനിരിക്കുന്നത്. മത്സരാർത്ഥികൾ സജ്ജരായിരിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദന്മാർ, അതുപോലെ മുത്താലിങ്ങൾ, എനിക്ക് കിട്ടിയ വിഷയം ജനായിസ് എന്നുള്ളതാണ്. ഈ ലോകത്തിൽ ജനിച്ച ഓരോരുത്തരും മരണമെന്നുള്ളത് ഉറപ്പാണ്. പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നു, കുല്ലു നഫ്സിൻ സായിഖത്തുൽ മൗത്ത്, എല്ലാ ശരീരങ്ങളും മരണത്തിന്റെ രുചി അറിയുമെന്ന്. അതുകൊണ്ട് ഞങ്ങൾ ആ മരണത്തിനെ ഓർക്കുന്നതിനും ആ മരണത്തിന് വേണ്ടി തയ്യാറായി നിൽക്കുന്നതിന് നാം ശ്രമിക്കണം. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അക്സിറു ദിക്റ ഹാജിം ലസ്സാത്തിൽ മൗത്ത്, എല്ലാ രസങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തിനെ നിങ്ങൾ ഓർക്കുന്നതിനെ അധികരിപ്പിക്കുക. ഉഖ്റവിയായ ആവശ്യത്തിന് വേണ്ടിയല്ലാതെ, ഉഖ്റവി അതല്ലാത്ത വേറെ ആവശ്യത്തിനോ കറാഹത്താണ്. ആരോഗ്യവും രോഗവും അത് അള്ളാഹുവിന്റെ അടുക്കുള്ളതാണ്. ആരോഗ്യമുണ്ടായപ്പോൾ അള്ളാഹുവിൻ ധാരാളം ശുക്ർ ചെയ്യണം. അതുപോലെ രോഗമായാൽ ധാരാളം ശമിക്കണം. രോഗം വന്നാൽ ചികിത്സിക്കൽ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, തദാവു ഫഇന്നല്ലാഹ തആല ലം യള ദാൻ ഇല്ലാ വലഹു ദവാൻ ഇല്ലാ ഹറം ദവാൻ ഇല്ലൽ ഹറം. അല്ലാഹു തആല ഒരു രോഗത്തിനും അതിനുള്ള മരുന്നിനെ പഠിച്ചിട്ടല്ലാതെ ഒരു രോഗത്തിനും അല്ലാഹു പഠിച്ചിട്ടില്ല. വാർദ്ധക്യം മോശിക്കും. ഇത്രയും ആമുഖമായി പറഞ്ഞിട്ടുണ്ടോ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഒരു വ്യക്തിക്ക് മരണം ആസന്നമായപ്പോൾ എന്താണ് ചെയ്തു കൊടുക്കേണ്ടത്? ഒരു വ്യക്തിക്ക് മരണം ആസന്നമായപ്പോൾ ഖിബ്ലയിലേക്ക് ചെറുത്തി കിടക്കണം. എന്നിട്ട് കലിമ ചൊല്ലി കൊടുക്കണം. അവിടുന്ന് ആ കലിമ ചൊല്ലാൻ വേണ്ടി നിർബന്ധിക്കാൻ പാടില്ല. മൂന്നാമത്തേത്, ആ മയത്തിന്റെ അടുക്കൽ സൂറത്ത് യാസീനും ഉറക്കയും അതുപോലെ സൂറത്ത് റാദും പതുക്കെ ഓതണം. അതുപോലെ ആ ആ മരണമായ വ്യക്തിക്ക് അവിടുന്ന് ആ വായിലേക്ക് തണുത്ത വെള്ളം വഹിച്ചു കൊടുക്കണം. അതുപോലെ ആ മരണമാസന്നമായ വ്യക്തിയുടെ അടുക്കൽ ഹൈലുകാരിയും അതുപോലെ ജനാപത്തുകാരിയും അടുപ്പിക്കാനോ ഒരു പോകാനും പാടില്ല. ഇനി ഒരു വ്യക്തി മരണപ്പെട്ടാൽ എന്താണ് ചെയ്യേണ്ടത്? ഒരു വ്യക്തി മരണപ്പെട്ടാൽ അവിടുന്ന് ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ 2 കണ്ണിന് ചുമ്മി കൊടുക്കണം. എന്നിട്ട് താടിയെ കെട്ടണം. കെനുപ്പുകളെല്ലാം ഒന്ന് മയമാക്കി കൊടുക്കണം. ആ ഇറ്റ വസ്ത്രം ഒന്ന് ഊരണം. എന്നിട്ട് നേരെ വസ്ത്രം കൊണ്ട് ആ മയ്യത്തിനെ മറക്കണം.
എന്നിട്ട് ആ മയ്യത്തിന്റെ പല്ലയുടെ മേൽ ഭാരമുള്ള ഒരു വസ്ത്രം വെച്ച് കൊടുക്കണം. അതുപോലെ ആ മയ്യത്തിന്റെ കടവും അതുപോലെ വസിയത്തുണ്ടെങ്കിൽ അതിനെ നടപ്പിലാക്കൽ കൊണ്ട് ബാക്കിയുള്ള മരണാനന്തര ചടങ്ങുകളെ ഉലരിപ്പിക്കണം. ഒരു ഷഹീദല്ലാത്ത വ്യക്തി മരണപ്പെട്ടാൽ ആ മയ്യത്തിനെ കുളിപ്പിക്കലും കഫൻ ചെയ്യലും നിസ്കരിക്കലും മറമാടലും ഫർള് കിഫായാണ്. ഷഹീദായ വ്യക്തിയെ കഫൻ ചെയ്യലും മറമാടൽ മാത്രമാണ്, ബാക്കിയുള്ളത് ഹറാമാണ്. ഇനി കുളിപ്പിക്കുന്നതിന്റെ പരിപൂർണമായ രൂപം ഒരു മറക്കപ്പെട്ടതായ ഒരു മറയുടെ താഴ്ഭാഗത്തിൽ കട്ടിലിന്റെ മേലിൽ കിടത്തണം. എന്നിട്ട് ആ മയ്യത്തിനൊന്ന് ഉയർത്തണം. ഇടത്തെ കൈ കൊണ്ട് ആ മയ്യത്തിനൊന്ന് പല്ലം ഒന്നിങ്ങനെ തടവി കൊടുക്കണം. എന്നിട്ട് ആ മയ്യത്തിന്റെ മുൻദ്വാരവും പിൻദ്വാരവും ഒന്ന് കഴുകി കൊടുക്കണം. എന്നിട്ട് ചൂണ്ടുവിരൽ കൊണ്ട് അത് നമ്മൾ ഒരു തുണി കെട്ടതായ നിലക്ക് ആ ചൂണ്ടുവിരൽ കൊണ്ട് ആ മയ്യത്തിനെ ഒന്ന് പല്ലുകളെ ഒന്നും വൃത്തിയാക്കി കൊടുക്കണം. എന്നിട്ട് ഹിൻസർ വിരൽ കൊണ്ട് ആ മയ്യത്തിന്റെ മൂക്കിന്റെ ദ്വാരങ്ങളിൽ ഒന്ന് വൃത്തിയാക്കി കൊടുക്കണം. എന്നിട്ട് ആ മയ്യത്തിൻ ഉയർത്തി കൊടുക്കണം. ശേഷം തലയും അതുപോലെ താടിനെയും കഴുകി കൊടുക്കണം. എന്നിട്ട് കഴുകിയതിനു ശേഷം ആ മയ്യത്തിന്റെ തടയിനെയും തലയിനെയും അതുപോലെ താടിനെയും ഒന്ന് പല്ലുകൾ നീളമുള്ള ഒരു ചീപ്പ് കൊണ്ടൊന്ന് വാരി കൊടുക്കണം. എന്നിട്ട് മയ്യത്തിനെ ഇടത്തോട്ട് ചേർത്തിട്ട് വലത്തെ ഭാഗം കഴുകണം. എന്നിട്ട് വലത്തോട്ട് ചേർത്തിട്ട് ഇടത്തെ ഭാഗം കഴുകണം. പിന്നെ മയ്യത്തിന്റെ ഇടത്തോട്ട് ചേർത്തിട്ട് പിൻവശത്തിലുള്ള വലത്തെ ഭാഗം കഴുകണം. എന്നിട്ട് വലത്തോട്ട് ചേർത്തിട്ട് അവിടുത്തെ ഇടത്തെ ഭാഗം കഴുകണം പിൻവശത്തിലുള്ള. കുളിപ്പിക്കുന്ന സമയത്ത് സോപ്പ് കൊണ്ട് ഉപയോഗിക്കാം. അങ്ങനെ സോപ്പ് കൊണ്ട് ഉപയോഗിച്ചിരുന്നെങ്കിൽ ആ സോപ്പ് നീക്കാൻ വേണ്ടി വെള്ളം വയ്ക്കണം. അതിനുശേഷം ശുദ്ധിയുള്ള വെള്ളം കൊണ്ട് തല മുതൽ കാല് വരെ ഒന്ന് വയ്ക്കി കൊടുക്കണം. ഇങ്ങനെ 3 പ്രാവശ്യം ചെയ്യണം. ആ മയ്യത്തിനെ കുളിപ്പിക്കുന്ന ആ സ്ഥലത്തേക്ക് കുളിപ്പിക്കുന്ന ആളും അതുപോലെ അതിന് സഹായിക്കുന്നല്ലാതെ വേറെ ആരും പോകാൻ പാടില്ല. കഫനാണ്. ചുരുങ്ങിയ രൂപം ശരീരം മൊത്തം മറുക്കുന്ന ഒരു തുണിയാണ്. തുണിയില്ലെങ്കിൽ തൊലിയാണ്, തൊലിയില്ലെങ്കിൽ പുല്ലാണ്, പുല്ലില്ലെങ്കിൽ കളിമണ്ണാണ്. ഇനി പുരുഷന്റെ കഫൻ ചെയ്യേണ്ട പരിപൂർണമായ രൂപം ശരീരം മൊത്തം മറുക്കുന്ന 3 തുണിയാണ്. സ്ത്രീയുടെ പരിപൂർണമായ രൂപം ഒരു അരയുടുപ്പ്, അതുപോലെ ഒരു കമീസ്, അതുപോലെ ഒരു മുഖമക്കനം, അതുപോലെ ശരീരം പൂർണ്ണമായി മറക്കുന്ന 2 തുണിയാണ്. ഇനി ശുദ്ധിയുള്ള വസ്ത്രമോട് ഉണ്ടായിരിക്കെ നജസുള്ള വസ്ത്രം മതിയാവില്ല. അതുപോലെ
തൊലിയുടെ നിറം കാണാത്ത വസ്ത്രം ഉണ്ടായിരിക്കെ കാണുന്ന വസ്ത്രം മതിയാവില്ല. നജസ് വസ്ത്രം അല്ലാതെ വേറെ ഒന്നും ഇല്ലെങ്കിൽ ആ മയ്യത്തിനെ നഗ്നമായി നിസ്കരിക്കണം. എന്നിട്ട് കഫൻ ചെയ്ത് മറമാടണം. ഇനി ഒരു ഇഹ്റാം കെട്ടിയ ഒരു മയ്യത്താണെങ്കിൽ, ആ പുരുഷന്റേതാണെങ്കിൽ ആ മയ്യത്തിന് ചുറ്റിപ്പെട്ടതായ ഒരു തുണിയും അതുപോലെ അതിന്റെ തലമർക്കലും ഹറാമാണ്. ഇനി സ്ത്രീയുടെ ആണെങ്കിൽ മുഖമർക്കലും അതുപോലെ മുങ്കൈ മർക്കലും ഹറാമാണ്. കഫൻ തുണി വെളുത്തതും കസുകപ്പെട്ടതും വൃത്തിയുള്ളതും അതുപോലെ ഏറ്റവും മുന്തിയതും നല്ല വില കൂടാത്തതാവൽ സുന്നത്താണ്. അതുപോലെ ഊതുകൊണ്ട് പുകപ്പിക്കലും തുണിയുടെ മേൽ മൈലാഞ്ചും മറ്റുകൊണ്ടും ചെയ്യൽ സുന്നത്താണ്. സമയത്തിന്റെ അഭാവം കൊണ്ട് ഞാൻ ഇത്ര പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.